Hi, welcome to IS Factors News Concepts. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഗ്രേറ്റ് പ്രൊട്ടസ്റ്റ് ഹാപ്പനിങ് ഇൻ പെറു. പെറു എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം കൂടാണ് പെറു. ഈ രാജ്യത്തിൽ ജെൻസി പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. വെരി സിമിലർ ഈ അടുത്ത് നമ്മൾ കണ്ട നേപ്പാളിൻ്റെ ജെൻസി പ്രൊട്ടസ്റ്റ് പോലെ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. സോ നേപ്പാളിൻ്റെ ഇഷ്യൂ നമ്മൾ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ വീഡിയോ നേപ്പാൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബ് ഇതിൽ തന്നെ കാണാവുന്നതാണ്. സോ നേപ്പാൾ ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ ഹാപ്പൻ ചെയ്തത് അവിടുത്തെ ജെൻസി കുട്ടികളാണ് ഇത് മെയിൻലി മുന്നോട്ട് കൊണ്ടുപോയത്. പെറു എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിലും ഇതേ പ്രോബ്ലം തന്നെയാണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഉള്ളത്? സോ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് പെറുവിൻ്റെ പ്രോബ്ലം, എവിടെയാണ് പെറു. ഈ പെറു എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടോ? ബ്രസീലിൻ്റെ അടുത്താണോ അതോ ഇക്വഡോറിൻ്റെയൊക്കെ അടുത്താണോ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എന്നാലും എവിടെയാണ് പെറു എക്സിസ്റ്റ് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത് ജോഗ്രഫിക്കലി? എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഉണ്ടാവാനുള്ള കാരണം? ഇവിടുത്തെ ജെൻസി വിഭാഗം കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്? പ്രധാനമായിട്ടും ഇവിടുത്തെ പുതിയൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്, ഹോസെ ജെറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോസെ ജെറി എന്ന് പറയുന്ന പ്രസിഡന്റ് വന്നു. എന്ത് മാറ്റമാണ് വരുന്നത്? എന്തൊക്കെ കാരണം കൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പെറു ടൂറിസത്തിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. കാരണം ലോകത്തെ പല ആൾക്കാരും ഇവിടുത്തെ പ്രധാനപ്പെട്ട അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഗ്രേറ്റ് മാച്ചു പിച്ചു ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഇതൊക്കെ കാണാൻ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രശ്നം നിലനിന്നാൽ വലിയ രീതിയിൽ പെറുവിൻ്റെ എക്കോണമി വലിയ രീതിയിൽ പ്രോബ്ലം ആവും. സോ നമുക്ക് ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം പെറു എന്ന് പറയുന്ന രാജ്യം എവിടെയാണ്? ഇങ്ങനൊരു എമർജൻസി നടക്കുന്നുണ്ട്. ഇത് കാണുന്ന പടത്തിൽ കാണുന്ന പോലെ ഒരുപാട് ജെൻസി കുട്ടികളും ഒരുപാട് ആൾക്കാരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം തന്നെയാണ് പെറു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ വളരെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. സോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പെറു, ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യം വളരെ അടുത്താണ്, ബ്രസീലുണ്ട്, അതേപോലെ തന്നെ കൊളംബിയ, തൊട്ടുമുകളിൽ കൊളംബിയ ഉണ്ട്, പരാഗ്വേ ഉണ്ട്, ബൊലീവിയ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെനസ്വേല. അപ്പോൾ ഏകദേശം പെറുവിൻ്റെ ഒരു ജോഗ്രഫി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ ബ്രസീൽ ഡെഫിനറ്റ്ലി ഇതിൽ കാണാൻ പറ്റും, ആമസോൺ എന്ന് പറയുന്ന ഇതെല്ലാം അടുത്താണ്. സോ ഇക്വഡോർ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മുടെ ജോഗ്രഫിക്കലി ഒരു ഐഡിയ നമുക്ക് ഇവിടെ ഉണ്ടാവണം, പെറു സൗത്ത് അമേരിക്കൻ ആണെന്നുള്ളത് ഒരു ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് നമുക്ക് പോവാം. ഇനി ഡെഫിനറ്റ്ലി എന്താണ് പെറുവിടെ ക്യാപിറ്റലാണ് ലിമ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്ന സ്ഥലം. നൂറുകണക്കിന് ആൾക്കാർ ഇൻജോർഡ് ആയിട്ടുണ്ട്. മരണങ്ങൾ കമ്പാരിറ്റീവ്ലി നേപ്പാൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. നേപ്പാളിൻ്റെ ഒരു എക്സ്റ്റെൻറ്റിൽ അത്രയും വലിയ മാഗ്നിറ്റ്യൂഡിലല്ല ഇവിടെ പ്രശ്നം നടന്നിട്ടുള്ളെങ്കിൽ പോലും ഇത് ആ ലെവലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. സോ പെറുവിൻ്റെ ക്യാപിറ്റലാണ് ലിമ. ഡെഫിനറ്റ്ലി അതും കൂടെ നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതാണ് അവിടുത്തെ പ്രസിഡൻറ്റ്, ഹോസെ ജെറി എന്നാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇവരുടെ ഭാഷയിൽ സ്പാനിഷിലൊക്കെ ഈ ജോസെ എന്ന് എഴുതുന്നത് ഹോസെ എന്നാണല്ലോ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഹോസെ ജെറി എന്നാണ് അവരത് പറയുന്നത്. ഇദ്ദേഹം റിസൈൻ ചെയ്യണം എന്നുള്ള വലിയൊരു ഡിമാൻഡും കൂടെ ഇപ്പോൾ പെറുവിലെ ആൾക്കാർക്കുണ്ട്. ഹോസെ ജെറി പുതിയ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം റിസൈൻ ചെയ്യണമെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ പെറുവിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രധാന ട്രിഗർ പോയിന്റ് എന്താണ്? ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 വയസ്സുകാരനായ ഒരു ഹിപ്പ് ഹോപ്പ് സിംഗർ കം റൈറ്റർ എഡ്വാർഡോ റൂയി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് വെടിയേറ്റു, ഇദ്ദേഹം കൊല്ലപ്പെട്ടു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാഷ് പോയിന്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിനെ വെടിവെച്ചത് അവിടുത്തെ ഒരു പോലീസുകാരൻ തന്നെയാണ്. അതാണ് ഇതിൽ തൊട്ടടുത്ത് കാണുന്ന പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിസ് നെയിം ഇസ് ലൂയി മാഗ്ലാനിസ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ഇദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തത്. ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട്, ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇദ്ദേഹത്തിനെ, ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റിനെ വെടിവെക്കുകയും ഇദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഈ പറയുന്ന ലൂയി മാഗ്ലാനിസ് എന്ന് പറയുന്ന ആളെ പിന്നീട് ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും പെറുവിനെ സംബന്ധിച്ചോളം പെറുവിൻ്റെ തെരുവിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ജെൻസി വിഭാഗം കുട്ടികളിലെ പ്രധാന ഫ്ലാഷ് പോയിന്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഹിപ്പ് ഹോപ്പ് സിംഗറുടെ മരണമാണ് ഇത് മെയിനായിട്ട് കൊണ്ടുവന്നത്. ഇതൊരു കാരണമാക്കി, ഞാൻ പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ച വാക്കാണ്, ഇറ്റ്സ് എ ഫ്ലാഷ് പോയിന്റ്. ഈ മരണം ഒരു കാരണമാക്കി, ഒരു പ്രിടെക്സ്റ്റ് ആക്കി പിന്നീടുള്ള പ്രൊട്ടസ്റ്റ് വലിയ രീതിയിൽ നടന്നു. ഈ ലൂയി മാഗ്ലാനിസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഇവിടെ നിന്നില്ല. എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ്
തെരുവിലേക്ക് ഇറങ്ങി പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു. ഒബ്വിയസ്ലി ഇത്രയും വലിയ ജനം പെറുവിലും ലിമയിലൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ പോലീസിന് കൈകെട്ടിയിരിക്കാൻ പറ്റത്തില്ല. പോലീസ് ഒബ്വിയസ്ലി അത് സപ്രസ് ചെയ്യാൻ നോക്കും, അതിനെതിരെ റിറ്റാലിയേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ റിറ്റാലിയേറ്റ് ചെയ്ത ഇതിൽ ഒരുപാട് പേര് ഇഞ്ചോർഡായി. ഇനി അതിൽ ഏതാനും ചിത്രങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ജനം തെരുവിലിറങ്ങുക എന്ന് പറയുന്ന അത്ര രസമുള്ളൊരു പരിപാടിയല്ല. കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം എഫക്റ്റഡ് ആണ്. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഹാർഡ് റിയാലിറ്റി. ഇനി അവിടുത്തെ പ്രസിഡന്റ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രാജിയാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹോസെ ജെറിയുടെ. അദ്ദേഹം രാജിവെക്കാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ വയലൻസിൻ്റെ ഒരു സംഭവമൊന്നുമില്ല, ഇത് ഇവിടുത്തെ ഡെലിൻക്വൻസ്, അവിടുത്തെ കുറച്ച് ആൾക്കാർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം. കാരണം ഇദ്ദേഹത്തിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം റിസൈൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ക്ലിയർ ആണ്. ഇനി എന്തിനാണ് ഇവിടെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇക്കണ്ട പ്രൊട്ടസ്റ്റുകളെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പെൻഷന് വേണ്ടിയും അവരുടെ വേജ് ഇഷ്യൂ, അവരുടെ വേതനം കൂട്ടാൻ വേണ്ടിയും, പെൻഷൻ റിലേറ്റഡും അവരുടെ സാലറി അങ്ങനത്തെ വേജസ് റിലേറ്റഡ് കൂട്ടാൻ വേണ്ടിയുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചർച്ച വന്നത്. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പെറുവിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ് നിലനിൽക്കുന്നത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, കഴിഞ്ഞ 10 വർഷത്തിൽ വി ഹാഡ് 7 പ്രസിഡൻസ്. അതൊരു നല്ല ട്രാക്ക് റെക്കോർഡേ അല്ല. ഒരു രാജ്യത്തിൽ 10 വർഷത്തിനുള്ളിൽ 7 പ്രസിഡന്റുമാരാണ് എലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇല്ല, ഒരു ഭരണകൂടമില്ല, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ആരെങ്കിലുമൊക്കെ പ്രസിഡന്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവം പറയേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ ഇങ്ങനത്തെ മൊത്തത്തിൽ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രൊട്ടസ്റ്റുകൾ തുടങ്ങിയതെങ്കിലും ആ ഹിപ്ഹോപ്പ് സിംഗറെ വെടിവെച്ചിട്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട ഫ്ലാഷ് പോയിന്റ് ആയത്. അതാണ്. അപ്പോൾ ഇദ്ദേഹം ഹോസെ ജെറിയെ റിസൈൻ ചെയ്യാൻ പറയുന്ന ഒരുപാട് ജനതയുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇദ്ദേഹം ആരാണെന്നൊരു വലിയൊരു ചോദ്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. ഹോസെ ജെറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 38 വയസ്സ് പ്രായമുണ്ട്, 7ാമത്തെ പ്രസിഡന്റാണ്, 10 വർഷത്തിൽ 7ാമത്തെ പ്രസിഡന്റാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അത് പൊളിറ്റിക്കൽ അലിഗേഷൻസ് മാത്രമല്ല, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആസ് വെൽ ആസ് സെക്ഷൽ അലിഗേഷൻസ് ഒരുപാടുണ്ട്. ഒബ്വിയസ്ലി അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ടാവും. എന്നാലും ഒത്തിരി അലിഗേഷൻസിൻ്റെ ഇടയിൽ കൂടെയാണ് ഹോസെ ജെറി ഒരു പ്രസിഡൻ്റായി വന്നത്. സോ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു റെസിഗ്നേഷൻ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ലാർജർ കോണ്ടെക്സ്റ്റിൽ ഇദ്ദേഹത്തിന് മുന്നേ കഴിഞ്ഞ കുറേ കാലത്ത് പെറുവിൽ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്ത പോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, പ്രസിഡൻ്റായിരുന്നു നമുക്ക് പെഡ്രോ കാസ്റ്റിയോ എന്ന് പറയുന്നത്. പെഡ്രോ കാസ്റ്റിയോ 2022 തൊട്ട് ഇദ്ദേഹമാണത്. ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല അവിടുത്തെ ജനം മടുക്കുന്നത്, ഒരു ഭരണാധികാരിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതും ആദ്യമല്ല. ഇതിന് മുന്നേ പെഡ്രോ കാസ്റ്റിയോക്കെതിരെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സമരക്കാർ സമരം ചെയ്യാൻ വന്നു, അവിടെ വലിയൊരു കാര്യത്തിന് സമരം ചെയ്യാൻ വന്നു. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു മർഡർ നടന്നു. അതിനെ ഒരു വലിയ ട്രിഗർ പോയിന്റ് ആക്കി വെച്ചിട്ട് ഇവർ ബാക്കിയുള്ള പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പെറുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലാർജർ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസി എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ സിമ്പിളാണ്. അവർ പുതിയ കുട്ടികളാണ്. അവരുടെ ഏറ്റവും വലിയ പ്രധാന സംഭവം ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. ഇവർ നാളൊരു മീറ്റിംഗ് വിളിക്കണമെന്നോ അല്ലെങ്കിൽ നാളെ ഇത്രയും ആൾക്കാർ അസംബിൾ ചെയ്യണമെന്നൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് വൈറലാക്കിയാണ് ഇത് സാധിച്ചെടുക്കുന്നത്. സോ സോഷ്യൽ മീഡിയയുടെ പവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം കൂടെയാണ് ജെൻസി. ഗവൺമെൻറ്റിന് അത് വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. സോ ഇതൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവർണൻസ് ആണ്. ഇങ്ങനെ കറപ്ഷനും ജനം തെരുവിലിറങ്ങുന്ന ഒരു ഗവൺമെൻറ്റിന് എന്ത് സ്റ്റെബിലിറ്റിയാണുള്ളത്, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെറുവിൻ്റെ എക്കോണമി ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്കോണമിക്ക് ഒരു വളർച്ചയില്ല. എന്നും പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ഇല്ല. പ്രധാനമായിട്ട് ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രി, ഒരുപാട് ആൾക്കാർ, ലോകത്തുള്ള പല ആൾക്കാരും പെറുവിൽ പോകുന്ന ടൂറിസത്തിന് വേണ്ടിയാണ്. നമ്മളിതിൽ കാണുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇറ്റ്സ് കോൾഡ്, ഇതിൽ പടത്തിൽ കാണുന്ന മാച്ചു പിച്ചു. ഈ മാച്ചു പിച്ചു കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ഇൻ്റർനാഷണൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒരു 15ാം നൂറ്റാണ്ടിലെ ഇൻകാസ്, നമ്മൾ സിവിലൈസേഷൻസ് പറയുമ്പോൾ മായൻസ്, ഇൻകാസ്, ആസ്റ്റക്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ ഇൻക സിവിലൈസേഷൻസിൻ്റെ സിറ്റാഡൽ, നമ്മൾ ഇൻഡസ് വാലി
ഹാരപ്പയിലൊക്കെ നമ്മൾ സിറ്റാഡൽ കേട്ടിട്ടുണ്ടാവും, ലോവർ ടൗൺ അപ്പർ ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഒരു 15ാം നൂറ്റാണ്ടിൽ ഒരു മാസീവ് മാച്ചു പിച്ചു ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നീടുള്ള ഒരു മോഡേൺ വണ്ടർ, 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഇത് കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡിയൻ മൗണ്ടൻസിൻ്റെ ഇടയിലുള്ള മാച്ചു പിച്ചു കാണാൻ വരുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ഒരുപാട് ആൾക്കാരുടെ ടൂറിസ്റ്റ് ഫ്ലോ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലേക്ക് ടിറ്റിക്കാക്ക, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്കാണ്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് നാവിഗബിൾ ലേക്കാണ് ലേക്ക് ടിറ്റിക്കാക്ക. പെറുവിൻ്റെയും ബൊലീവിയയുടെ ഇടയിലാണ് ഈ ലേക്ക് വരുന്നത്. അപ്പോൾ ഇത് പെറുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ പറയേണ്ട ആവശ്യമില്ല, ആമസോൺ കാടുകൾ, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, റിവർ വാട്ടർ, അവിടുത്തെ റിവർ ക്രൂസസും ജംഗിൾ സഫാരിയും ഇതെല്ലാം ആമസോണിലേക്ക് വരുന്ന, ആമസോൺ കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത് പറയേണ്ട ആവശ്യം തന്നെ ഞാൻ ഇവിടെ ഇല്ല. ആൻഡ് ഇവിടെ അതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന വേറൊരു സാധനമാണ് കോൾക്ക ക്യാനിയൻ. ഇത് അരക്കെപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഡീപ്പസ്റ്റ് ക്യാനിയനാണ്. നമ്മൾ സാധാരണ അറിയുന്നത് ഗ്രാൻഡ് ക്യാനിയനാണ്, നമ്മളിപ്പോഴും വളരെ പോപ്പുലറായിട്ട് ജോഗ്രഫിയിലൊക്കെ കാണുന്നത്. ഗ്രാൻഡ് ക്യാനിയൻ്റെ 2 ഇരട്ടി ഡെപ്തുള്ള ഒരു ക്യാനിയനാണ് കോൾക്ക ക്യാനിയൻ. ഇതും പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്, ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ഇതൊരു കോണ്ടറാണ്. ഇതാണ് ആൻഡിയൻ കോണ്ടർ എന്ന് പറയുന്ന. ആൻഡിയൻ കോണ്ടർ എന്ന് പറയുന്ന നമ്മൾ വൾച്ചറെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കണ്ടോ, ഒരു മനുഷ്യനെക്കാട്ടും ഈ അടുത്ത് വളരെ ട്രെൻഡ് ചെയ്തൊരു വീഡിയോയും കൂടാണിത്. അപ്പോൾ ഈ ആൻഡിയൻ കോണ്ടർ എന്ന് പറയുന്ന ഇതെല്ലാം നമുക്ക് പെറുവിലാണ് കാണാൻ സാധിക്കുക. സോ പെറുവിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്കോണമിക്ക് ഡെഫിനറ്റ്ലി വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പെറുവിൽ നടന്ന ഇഷ്യൂ. പെറുവിലെ പ്രൊട്ടസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതേപോലെ മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി അടുത്തൊരു സെഷനിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor News Concepts.